പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് വിഷ്ണു. കണ്ണൂരിലാണ് എന്റെ വീട്. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ ഗൾഫിലാണ്. 4-5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അച്ഛൻ നാട്ടിൽ വരൂ. എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. ഇനിയും ഞാൻ എൻ്റെ അമ്മയെ പറ്റി പറയാം. അമ്മയുടെ പേര് സുജാത. 40 വയസ്സുണ്ട്. സ്കൂൾ ടീച്ചറാണ്. വെളുത്ത നിറം, കൊഴുത്ത് തടിച്ച ശരീരം, പിന്നെ ആരെയും മയക്കുന്ന ആ ചിരിയും. അങ്ങനെ പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ കിടിലനൊരു പീസ് തന്നെയായിരുന്നു അമ്മ. അങ്ങനെ ഇരിക്കെ വീട്ടുജോലിക്കായി ഒരാളെത്തി. പേര് രവി. നല്ല പെരുമാറ്റവും മറ്റുമുള്ള ഒരു മധ്യവയസ്കനായിരുന്നു രവിച്ചേട്ടൻ. രാവിലെ രവിച്ചേട്ടൻ വീട്ടിലെത്തിയാൽ പറമ്പിലെ ജോലിയെല്ലാം ചെയ്യും. അമ്മയെയും എന്നെയും വലിയ കാര്യമായിരുന്നു. ഉടുപ്പില്ലാതെ പറമ്പിൽ ജോലി ചെയ്യുന്ന കാരിരുമ്പ് പോലെയുള്ള രവിച്ചേട്ടനെ അമ്മ ആരും കാണാതെ മറഞ്ഞു നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് വലിയ വികാരവും വിചാരവും. ഞാൻ ചിന്തിച്ചു, എത്ര നാളെന്നും പറഞ്ഞാ സഹിക്കുന്നത്. അച്ഛനാണെങ്കിൽ 5 വർഷം, 6 വർഷം, ചിലപ്പോ 4 വർഷം ഇതൊക്കെ കൂടിയിരുന്നാ വരുന്നേ. അവരും ഒരു സ്ത്രീയല്ലേ. പക്ഷെ രവിച്ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ലെന്ന മട്ടിലാണ് ജോലി ചെയ്യുന്നത്. രവിച്ചേട്ടൻ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അമ്മ മിക്കവാറും വൈശാലിയൊക്കെ കാണിച്ചുകൊണ്ടാണ് രവിച്ചേട്ടന് ചായയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോഴും പാവം രവിച്ചേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം അമ്മയുടെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ എനിക്കൊരു ദിവസം ആലപ്പുഴ വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു. എനിക്കറിയാം ഞാൻ പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അത്രയ്ക്ക് ആവേശമൊത്ത് നിൽക്കുവാണല്ലോ അമ്മ. പാവപ്പെട്ട രവിച്ചേട്ടനെ അമ്മ എന്തൊക്കെയാക്കി മാറ്റുമോ എന്തോ. ഞാൻ എനിക്ക് കൂട്ടുവരാമെന്ന് പറഞ്ഞിരുന്ന സുധീറിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഞാൻ ചോദിച്ചു, സുധീർ എന്തി അമ്മേ? അയ്യോ മോനെ, അവനാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസുമായി രക്തം കൊടുക്കുവാൻ രാജു വന്ന് രാവിലെ വിളിച്ചുകൊണ്ടുപോയി. രണ്ടുപേരും കൂടി എവിടെ പോകാനായിരുന്നു പരിപാടി? സുധീറിന്റെ അമ്മ ചോദിച്ചു. ആലപ്പുഴ വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നമ്മേ, വിഷ്ണു പറഞ്ഞു. എന്താണ് രണ്ടുപേർക്കും കൂടി ആലപ്പുഴയ്ക്ക്? പുതിയ ഉടായ്പ വല്ലതുമാണോ? എന്തെങ്കിലും ഊരാക്കുടുക്കിൽ ചെന്ന് ചാടിയാൽ അവിടെ നിന്റെ അമ്മയും ഇവിടെ ഞാനും മാത്രമേ ഉള്ളേ. ഇവിടുന്നെങ്ങാനും ആരും വരാനില്ലേ? ഓ അമ്മേ, ഉടായ്പോ? ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പോകുക, വന്നിട്ട് പറയാം, വിഷ്ണു ചിരിച്ചു. എനിക്കറിയാം നിന്റെയൊക്കെ അത്യാവശ്യം. നടക്കട്ടെ. സുധീറിന്റെ അമ്മ ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. അങ്ങനെ സുധീറിന്റെ അമ്മയുമായി നിന്ന് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴും സുധീറിനെ കാണുന്നില്ല. ഓ, അവനെ കാണുന്നില്ലല്ലോ അമ്മേ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നാളെ പോകാം ആലപ്പുഴയ്ക്ക്. അവൻ വരുമ്പോൾ പറഞ്ഞേരെ. ആ ശരി മോനെ, പറഞ്ഞേക്കാം. അങ്ങനെ വിഷ്ണു തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അവിടെ ഒന്നും കണ്ടില്ല. പറമ്പിലെങ്ങും രവിയണ്ണനും ഇല്ല. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ പതിയെ പുരയുടെ ചുറ്റുപാടും ഒന്ന് നോക്കി. അപ്പോഴാണ് ഞാൻ വിചാരിച്ച പോലത്തെ കാര്യം പൊത്താൻകൊട്ടിലിൽ അരങ്ങേറുന്നു. ഇത്രയും നാൾ അടക്കി പിടിച്ചിരുന്ന അമ്മയുടെ ആവേശം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. രവിയണ്ണനും മോശമൊന്നും അല്ല. അമ്മയും രവിയണ്ണനും കൂടി ആനന്ദ നിർവൃതിയിൽ ആറാടുകയാണ്. ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നിർനിമേഷനായി നിന്നു. പെട്ടെന്നാണ് പൊത്താമ്പുരയുടെ പുറത്ത് എന്തോ വീണ ശബ്ദം കേട്ടത്. റബ്ബറിന്റെ കായാണെന്ന് തോന്നുന്നു. അമ്മയും രവിയണ്ണനും പേടിച്ചു നോക്കുമ്പോഴാണ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന എന്നെ കണ്ടത്. ഞാനൊന്നും മിണ്ടിയില്ല. ഒരു വലിച്ച ചിരിയിരിച്ചു. എന്റെ ചിരി അമ്മയ്ക്ക് സമാധാനമായെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അമ്മ എന്നെ നോക്കിക്കൊണ്ട് തലയാട്ടി. ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. പതിയെ ഞാൻ പൊത്താൻപുരയുടെ അകത്തേക്ക് വലിഞ്ഞു കയറി.